ഏതായാലും മലയാള സിനിമയിൽ 50 വർഷം പിന്നിട്ടു എന്ന് പറഞ്ഞിട്ട് കുറച്ച് മാധ്യമ സുഹൃത്തുക്കളും ചില ഒഫീഷ്യൽസ്, ഗവൺമെൻറ് ഒഫീഷ്യൽസ് എന്തിനാ പറയുന്നത്, ഒരു ഇതും നോക്കാതെ 2 മന്ത്രിമാർ വരെ അവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഈശ്വര, ഇതാണ് പറയുന്നത്. ഒരുവിധം നന്നായിട്ടൊക്കെ പെരുമാറിയാൽ ഈ അവിടെ ഇവിടെയൊക്കെ ട്രോളെന്നൊക്കെ പറഞ്ഞ് വല്ലവരൊക്കെ പറയും. അതിനുപരിയായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഇത്ര ആൾക്കാർ, എനിക്കൊക്കെ അതിശയം തോന്നി. കാരണം എല്ലാവരും സമയത്തിന് വന്നു. പിന്നെ എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ മക്കളും ഒന്നാണ് അത്ഭുതം. കാരണം 10-ാം തീയതി അമേരിക്കയിൽ പോകാൻ ഇരുന്നവരാണ്, 14-ാം തീയതി തൊട്ട് അമേരിക്കയെ ഷൂട്ടിക്കാന്ന് പറഞ്ഞു. അപ്പോൾ വലിയ സങ്കടമായിരുന്നു. ഭയങ്കര സന്ദേശമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു അയക്കാനായിട്ട്. പക്ഷെ അപ്പോൾ എന്തോ വിസ അല്ല, ജോ ബൈഡൻ ആന്റി വിളിച്ച് പറഞ്ഞു എന്ന് പൃഥ്വി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയല്ലേ ആള്, വേണമെങ്കിൽ ജോ ബൈഡനെ വിളിച്ചിട്ടാണെങ്കിലും പറയാം. അപ്പൊ ആ വിസ കിട്ടാത്ത അമ്മയല്ലേ ആള്, ചിലപ്പോൾ ജോ ബൈഡനെ വിളിച്ച് പറഞ്ഞു അവൻ്റെ ഒക്കെ വിസ ഒരാഴ്ച കഴിഞ്ഞ് കൊടുത്താൽ മതി സാറെന്ന് പറഞ്ഞതാണോ എന്ന് ദൈവമേ. അല്ലെ, അതിന് മുമ്പ് ആന്റി തുടങ്ങുന്നതിന് മുമ്പ് പറയാം, ദേ ഞങ്ങളുടെ ഇവിടെ ഒരാൾ ഇങ്ങനെ പിക്ചർ ഡ്രോ ചെയ്യാനായിട്ട് നേരെ കണ്ടായിരുന്നു ആന്റി, നേരെ ഒരാളൊരു പടം ഇങ്ങനെ അങ്ങനെ സെറ്റിന്റെ ഒരു ഭാഗത്ത് ഒരു പടം വരപ്പ് നടക്കുന്നുണ്ടേ. അതാരാണ് എന്താണെന്നൊക്കെ ഉള്ളത് ആന്റിക്ക് നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ പോകുന്ന പോക്കിൽ നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും. അപ്പോ LED വാള് കണ്ടായിരുന്നോ മല്ലിക ആന്റി? കണ്ടു വന്നപ്പോ ഇങ്ങനൊക്കെ എന്റെ ഈശ്വര. ഇത് ആന്റി വിഗ് ആയിരുന്നു തോന്നുന്നു അല്ലെ? ഇത് മുമ്പ് അഭിനയിച്ചൊരു വലിയ ഹിറ്റ് സീരിയല്ലേ ഇന്ദുമുഖി ചന്ദ്രമതി, അതിനകത്തെ സ്റ്റില്ല. അത് ബ്രോഡാഡി. ഇത് മറ്റേ നിവിന്റെ കൂടെ അഭിനയിച്ചൊരു പടം ഉണ്ടല്ലോ, എന്താണ് ഈ ലാസ്റ്റ് വന്നേ, മഹാവീര്യർ. അത് അല്ല, എനിക്ക് തോന്നുന്നു ഒരു സൈഡിൽ നിന്ന് നോക്കി എവിടെയൊക്കെയോ ഒരു ഇന്ദ്രജിത്തിന്റെ ഒരു ഛായ കിടക്കുന്നത്. കൂടുതലും ഇന്ദ്രന്റെ ഛായയാണ് എനിക്കെന്ന് എല്ലാവരും പറയും. രാജുവാണ് അച്ഛനെ പോലെ എന്ന് പറയും. പക്ഷെ ചിലര് പറയും ചിരിക്കുമ്പോഴും ഒക്കെ അടുത്ത് നിൽക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് തോന്നുന്നു രാജുവിനാണ് ഇതൊക്കെ. അതൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. അയ്യോ, സീരിയസ്. എപ്പോഴെങ്കിലും ഈ പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത് 2 ആൺമക്കൾ കഴിഞ്ഞൊരു പെൺകുട്ടി വേണം എന്ന് എപ്പോഴെങ്കിലും സുഖേട്ടനും മല്ലികാന്റിയും അങ്ങനെ വല്ല തീരുമാനം ഉണ്ടായിരുന്നു അന്നൊക്കെ? ഇല്ലേ, 2 വളർത്താൻ പെട്ട പാട് നമുക്കെല്ലാം അറിയാവൂ. അല്ല, പക്ഷെ പൃഥ്വിയൊക്കെ ഭയങ്കര കാമായിരുന്നു. കുസൃതി കൊച്ചില്ലേ ഇന്ദ്രൻ. അപ്പോഴും ഈ പറഞ്ഞല്ലേ, ആദ്യം ഒരു 2-2.5 വയസ്സിന് ഇന്ദ്രൻ എല്ലാം കുസൃതി. പക്ഷേ അനിയനെ കിട്ടിയപ്പോൾ അവൻ്റെ കളിപ്പാട്ടം പിന്നെ അനിയനായി. അപ്പോൾ നമ്മളാരും അവനെ ഉപദ്രവിക്കരുത്, അയ്യോ അമ്മ അത് പതുക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അമ്മമാർ ഉപദേശിക്കുക. അത് കഴിഞ്ഞ് പൃഥ്വിരാജ് വളർന്നു തുടങ്ങി. കുസൃതി കാണിച്ചാൽ ഞാൻ ചിലപ്പോൾ ചുമ്മാ അതൊരു പെൻസിലൊക്കെ വെച്ചാൽ ഇപ്പം കിട്ടുവാടി, ഇപ്പം എന്തിനാ അമ്മ അടിക്കുന്നത്, അവൻ കൊച്ചുകുട്ടിയല്ലേ ഇതൊക്കെ ചെയ്ത് 3-4 വയസ്സുകാരെ നമ്മളെ ഉപദേശിക്കും. അപ്പൊ അങ്ങനെ പിന്നീട് അതവര് പുറത്ത് കാണിക്കുന്ന രാജുവിനും അതെ, ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. പിന്നെ അവര് തമ്മിൽ എല്ലാ കാര്യങ്ങളും പറയും. അതല്ലേ ഞാൻ പറഞ്ഞു, ഈ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ, ഈശ്വര, ഞാൻ 2 കൈയെടുത്ത് ഭഗവാനെ വിളിക്കുകയാണ്. കാരണം അതിന് പോയപ്പോൾ ഇന്ദ്രന് അറിയാമായിരുന്നു ഇവനിങ്ങനെയൊക്കെ മെലിഞ്ഞത്. ഞാൻ അറിഞ്ഞില്ല മോളെ, ഞാൻ കുറേ കഴിയുമ്പോഴല്ലേ അറിയുന്നത്. പോയ വഴിക്ക് 19 കിലോ കുറച്ചതൊക്കെ. ആരും ഒരു ഫോട്ടോ അയച്ചു കൊടുക്കരുത് അമ്മയ്ക്ക്, അമ്മ അറിയരുതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നിർദ്ദേശം. ഒടുക്കം ബ്ലസ്സി അടക്കമുള്ളവർ പറയുകയാണ് ഡോക്ടർമാർ വേണ്ടാന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ അങ്ങ് അസ്ഥി ഭഞ്ജനമായി അവൻ. ഞാൻ പറയാം എൻ്റെ കുഞ്ഞേ അല്ല ഇനി ഇത്രയും ഞാൻ ചെയ്യത്തില്ല. അവനും പഠിച്ചു. അവിടെ ചെന്ന് കിടന്ന് നല്ല സ്ട്രഗിൾ ആയിരുന്നു അല്ലേ ആന്റി? അതും ആ കൊറോണ ടൈമിൽ ഡെസേർട്ടിൽ ഷൂട്ടിങ്. അപ്പൊ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് പിന്നെ ആന്റി ആ സമയത്ത് ഒന്ന് ടെൻഷൻ അടിച്ചോ? കാരണം അങ്ങനെ ഒന്നിലും തളരുന്ന ഒരാളല്ലാന്ന് എനിക്കറിയാം. ടെൻഷൻ വെച്ചാൽ ഇവന്റെ ഒരു ചിലപ്പോഴത്തെ ഫോട്ടോ കണ്ടപ്പോൾ ഇവർ പറയുന്നത് ശരിയാണോ, കുറച്ചതാണോ, ഇനി മരുഭൂമിയിൽ ചെന്ന് കിടന്ന് വല്ല അസുഖം പിടിച്ചോ എന്തോ. അപ്പം ഞാൻ കൂടെ ചോദിക്കുന്നുണ്ട് അവൻ്റെ കൂടെ പോയി, അയ്യോ ഒന്നുമില്ല അമ്മ, അതാണ്ട ചേട്ടൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്, പിന്നെ അവരെന്താ ആഹാരമൊന്നും കഴിക്കുന്നില്ലേ? അല്ല ഉണ്ട്, കുറച്ച് വണ്ണം കുറയ്ക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഇവരും പറയുന്നുള്ളൂ. എല്ലാം ട്രെയിൻ ചെയ്ത് വെപ്പിച്ചിരിക്കുക അവരെ എല്ലാവരെയും. അമ്മ വിളിച്ചാൽ ഇങ്ങനെ പറയണം, കഷ്ടകാലത്തിന് സത്യാവസ്ഥ അറിയാം, അമ്മ നാളത്തെ ഫ്ലൈറ്റിൽ ജോർദാനി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഏതായാലും ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അയ്യോ നന്നായി. അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത്. കാരണം ഇതുവരെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു അമ്മയെന്ന നിലയിലല്ല, അവൻ്റെ കഷ്ടപ്പാടും അവൻ ആ പടത്തിന് വേണ്ടി. എല്ലായ്പ്പോഴും മക്കളും മരുമക്കളും കൊച്ചുമക്കളും കൂടെയില്ല എന്ന പരിഭവമുണ്ട് മല്ലിക സുകുമാരന്. എന്നാലും അവർ സിനിമാ തിരക്കുകളുമായി കഴിയുകയാണെന്ന ധാരണയുമുണ്ട് ഈ അമ്മയ്ക്ക്. ചില അഭിമുഖങ്ങളിൽ മാത്രമാണ് മല്ലിക എന്ന അമ്മ ആ പരിഭവം പങ്കിടാറുള്ളത്. അവരുടെ ഒപ്പം ചേർന്നാൽ ഈ അമ്മയ്ക്ക് ആഘോഷമാണ്. അമ്മയുടെ ജന്മദിനം ആഘോഷമാക്കാൻ മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി എത്തിയിരുന്നു. കൊച്ചുമക്കളിൽ മടിയിലിരുത്താൻ പ്രായമുള്ള ഒരാൾ ഇനി പൃഥ്വിരാജിന്റെ മകൾ അല്ലി എന്ന് വിളിക്കുന്ന അലംകൃത മാത്രമാണ്. അല്ലിമോൾ അച്ഛമ്മയുടെ മടിയിൽ ഇറപ്പിക്കുന്ന വീഡിയോയും ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. മല്ലിക സുകുമാരന്റെ 2 മക്കൾക്കും പുത്തൻ താമസ സ്ഥലം ഉറച്ച വർഷം കൂടിയാണ് ഇത്. ഇന്ദ്രജിത്തും പൂർണ്ണിമയും വർഷങ്ങളായുള്ള ഫ്ളാറ്റിലെ താമസം ഒഴിവാക്കി ഒരു വീട് വെച്ച് താമസം ആരംഭിച്ചത് ഈ വർഷമാണ്. ഇക്കൊല്ലമായിരുന്നു പാലുകാച്ചൽ. പൃഥ്വിരാജ് ഭാര്യയും മക്കളെയും കൊണ്ട് മുംബൈയിലേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു.
എല്ലാ ഇന്റർവ്യൂസിലും രസകരമായി സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ് മല്ലിക സുകുമാരൻ. തന്റെ കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, മരുമക്കളെക്കുറിച്ച് എല്ലാം വാതോരാതെ മല്ലിക പറയാറുമുണ്ട്.